കാർത്തിക് ശശി, നിങ്ങൾക്ക് ഈ ആശാസമരം ശരിയായ സമരമായിട്ട് തോന്നുന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രതിനിധി എഴുതിയ ലേഖനത്തിൽ, നിങ്ങളുടെ തന്നെ മുഖമാസികയിൽ എഴുതിയ ലേഖനത്തിൽ, അനൂപ് മോഹൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ലൈക്കും ഷെയറും ഓണറേറിയവുമല്ല ആശാവർക്കർമാർക്ക് വേണ്ടത്, സ്ഥിരവേതനം എന്നാണ് പറയുന്നത്. 43 ദിവസമായി നടക്കുന്ന ഒരു സമരം, അത് നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയ ഒരു ഘട്ടത്തിൽ അതിനൊരു ലൈക്കിനും റീലിനും വേണ്ടിയുമായിട്ടുള്ള ഒരു സമരമായിട്ട് ഒരു തൊഴിലാളി സംഘടനയ്ക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒന്ന്, INTUCയെ സംബന്ധിച്ചിടത്തോളം INTUC സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിരുന്നതാണ്. INTUCയുടെ യുവജന വിഭാഗം അല്ലെങ്കിൽ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ലേഖനത്തെയാണ് ഇപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് SUCIയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള AUTUC സമരം നടത്തുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തെ ഒരു കാരണവശാലും INTUC എവിടെയും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരം ഏത് തൊഴിലാളി സംഘടന, ആശാ വർക്കർമാരുടെ എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യത്തെ സ്കീം വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏത് സമരം, ഏത് തൊഴിലാളി സംഘടന ഉയർത്തിക്കൊണ്ടുവന്നാലും അത് ന്യായമാണ്. അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളിക്കളയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞത് INTUCയുടെ നിലപാടിൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, SUCIയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള AUTUC എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും INTUC ഉൾപ്പെടെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമിലുള്ള സംഘടന തന്നെയാണ് AUTUC. അപ്പോൾ ഒന്ന്, AUTUC സ്വാഭാവികമായിട്ടും ഇത്തരമുള്ള ഒരു സമരത്തിലേക്ക് നിലപാട് പറയാവുന്നതാണ്. INTUC ഉൾപ്പെടെയുള്ളവരോട് അത് പറഞ്ഞിട്ടുണ്ടോ, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, INTUCയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സമരം 2019 മുതൽ ആരംഭിച്ചതാണ്. അത് നിരന്തരമായി സമരങ്ങൾ നടന്നു വരുന്നു. 2025 ഫെബ്രുവരി 8 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് അവകാശ പ്രഖ്യാപന സമര കൺവെൻഷൻ നടന്നതാണ്. തുടർന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമരം നടന്നതാണ്. തുടർന്ന് ഓരോ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലും നമ്മൾ സമരം നടത്തിയാണ്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ അതിൽ ഉന്നയിക്കുന്നത്, ഇപ്പോൾ ആമുഖമായിട്ട് ശ്രീമതി സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് INTUC ഇതുവരെ കണ്ടില്ല, INTUC സമരത്തിൽ, തെറ്റാണ്. മാധ്യമങ്ങൾ അത്തരത്തിൽ സമരവുമായി INTUCയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒക്കെ നടത്തുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓണറേറിയം എന്നതിന് അപ്പുറത്തേക്ക് ഇവർ ഇത്രയും വർഷമായിട്ട് 18 വർഷത്തിലായിട്ടും 27 വർഷം, അതായത് NHM എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ പ്രവർത്തകരായിട്ട് ജോലി ചെയ്തവർ ഉൾപ്പെടെയുള്ളവർ ഈ സംവിധാനത്തിലുണ്ട്. അപ്പോൾ ഓണറേറിയം എന്നതിനപ്പുറത്തേക്ക് സർവീസ് റൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥിരമായിട്ടുള്ള വേതനം നൽകണമെന്നുള്ളതാണ് INTUC മുമ്പോട്ട് വെക്കുന്നത്. ശരി, അങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങൾ ഈ ഘട്ടത്തിൽ കടന്നില്ലല്ലോ. ഒരു മിനിറ്റ് കാർത്തിക്, ഈ ലേഖനത്തിൽ പറയുന്നത് 2011 തെറ്റാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട സമരം തുടർച്ചയായി ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങളുടെ തന്നെ ലേഖനമാണല്ലോ. 2011 തന്നെ ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് എന്ന പേരിൽ INTUC ആശാ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ശരി, 2011. 2016 ആശാ തൊഴിലാളികളുടെ ഓണറേറിയം ആദ്യമായി 1000 രൂപയായി വർദ്ധിപ്പിക്കുന്നതും INTUCയുടെ ശ്രമഫലമായിട്ടാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സമ്മാനപ്പൊതി 1000 രൂപയാക്കിയത് നിങ്ങളുടെ കൂടെ ശ്രമഫലമായിട്ടാണ്. ഇടത് സർക്കാരിന് കീഴിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഈ സമ്മാനപ്പൊതി 7000 രൂപയായി വർദ്ധിപ്പിക്കാനും INTUC നേതൃത്വം നൽകുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഫെഡറേഷന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഓണറേറിയത്തിന് വേണ്ടിയുള്ള സമരം, ആവശ്യം ഉന്നയിക്കൽ ഒക്കെ ന്യായമാണ്. അതല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടാൻ ആവശ്യപ്പെടുമ്പോഴാണ് അത് അന്യായമായി മാറുന്നത്. ഇവിടെയല്ല ചോദിക്കേണ്ടത്, അവിടെയാണ് ചോദിക്കേണ്ടതെന്ന് വരുന്നത്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? അതെ, അതായത് നമ്മൾ അറിയാലോ, ഓരോ കാലഘട്ടത്തിലും തൊഴിലാളി സമരങ്ങളായിക്കോട്ടെ, ഏത് സമരങ്ങളും ആയിക്കോട്ടെ, കാലഘട്ടവും അതിൻ്റെ മാറ്റവും അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും മുദ്രാവാക്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത്. 2019 മുതൽ INTUC സംസ്ഥാന കമ്മിറ്റി, അത് ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല, INTUCയുടെ സംസ്ഥാന കമ്മിറ്റി വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കൂടിയെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 2019 മുതൽ ഈ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് INTUC ഓണറേറിയം എന്നുള്ളതല്ല, സ്ഥിരമായിട്ടുള്ള വേതനം ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലി നമ്മൾ ആലോചിച്ച് നോക്കൂ. JPHമാരും JHIമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പോലും, അവർ ഭാരിച്ച ജോലികൾ പോലും അവർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പഴയതിൽ 2-2.5 മണിക്കൂറാണ് ജോലിയെങ്കിൽ ഇപ്പോൾ 18 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് ആശാ വർക്കർ സമരത്തിൽ നിന്നവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൻ്റെ തൊഴിലാളികളുടെ സംവിധാനത്തിൽ അല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മാറ്റമുണ്ടാകുമ്പോൾ ആ മാറ്റത്തിൻ്റെ അനുസൃതമായിട്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ ഓണറേറിയം എന്നതിനപ്പുറത്തേക്ക് മിനിമം ശമ്പളമെങ്കിലും, ഒരു ആരോഗ്യ മേഖലയിൽ
69,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. 29,000 പേര് മാത്രമാണ് ആശാ വർക്കർമാർ. ഈ 69,000 പേരുടെ ജോലി ഭാരം കൂടി വീതിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മിനിമം ആയിട്ടുള്ള ശമ്പളം നമ്മൾ നൽകണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നടപടിയല്ലല്ലോ. ഓണറേറിയത്തിനപ്പുറത്തേക്ക് ശമ്പളം വേണം എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സർവീസ് നിങ്ങൾ ഈ മുമ്പോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആശമാർ ഓണറേറിയവുമായി ബന്ധപ്പെട്ട സമരം നടത്തുമ്പോഴാണ് നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളായിട്ടൊരു സമരം നടത്തിയിട്ടില്ലെന്നേ ഇപ്പോഴൊന്നും. 2019 കാര്യം പറയണ്ട, നമ്മളിപ്പോൾ 2025 നിൽക്കുന്നത്. തെറ്റാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അല്ലല്ല തെറ്റാണ്. 2019 സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. 2021 തുടർ സമരം നടന്നതാണ്. 21 ജില്ലാ കളക്ടറേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നതാണ്. 22 മന്ത്രിയുടെ വസതിയിലേക്ക് പരിപാടി നടത്തിയതാണ്. 22 തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും തന്നെ നടത്തിയതാണ്. കൃത്യമായി 4 വഴിയാണ് ഞാൻ പറയുന്നത്. 25 ഫെബ്രുവരി 8 INTUC മറ്റൊരു സമരം പ്രഖ്യാപനം. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് AUTUCയുടെ സമരം ആരംഭിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും സമരത്തിലാണ്. അതിനുശേഷമാണ് 2025 ഫെബ്രുവരിയിൽ 14 ജില്ലകളിലേക്ക്, ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് സമരം നടന്നു. അതിനുശേഷം മുഴുവൻ പഞ്ചായത്തുകളിലേക്കും NHMOയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ വിഷയം ഉന്നയിച്ച് സമരം നടന്നു. ഇനി ഈ വരുന്ന 25 നമുക്കറിയാം ആശാ വർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ AUTUCയുടെ നടക്കുന്നുണ്ട്, INTUCയുടെ നടക്കുന്നുള്ളതാണ്. ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആരോഗ്യവകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് പിൻവലിച്ചുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം എന്താണോ ആ ആവശ്യത്തിലേക്ക് എത്തണമെന്നുള്ളത് നിരന്തരം പറഞ്ഞിട്ടും എത്താത്തത് കൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കാണ് 25 INTUC സംസ്ഥാന കമ്മിറ്റി സമരം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.